ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ. നമ്മളെ ഋതു അടുക്കളയിൽ കൂടി തരണം. എന്താ ഞാൻ ഈ നുള്ളിപ്പൊറുക്കി പറയണതെന്നായിരിക്കൂലേ? ഓനെ നന്നായിട്ട് ചീത്ത പറയുന്നേ കേട്ടോ. അപ്പോൾ പരീക്ഷയല്ലേ, അപ്പോൾ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കാണ്ടേ എടുത്തേക്ക് വന്നിക്കാണ്. അവന് പൂളയൊക്കെ മുറിച്ചരാന്ന് പറഞ്ഞു കാണ്ട്. അപ്പോൾ ഞാൻ ഓനെ ആട്ടി വിടുകയോ പൊയ്ക്കോ എന്ന് പറഞ്ഞു കാണ്ട്. വായിച്ചോ, ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ അല്ലേ പറഞ്ഞിട്ടേ. അപ്പോൾ ഓൻ പോണില്ല, അതാ നുറുക്കി മുഴുവനാക്കി തരാറിന് കണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാമറക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ക്ലിയർ കമ്മിയും ക്ലാരിറ്റി കമ്മിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ ഫോണൊക്കെ വീണതല്ലേ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവാണ്. നമ്മളെ ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഇത് രാത്രിക്കത്തെ പരിപാടിയാണ്. പൊന്നൂനും മിനുവിനും നല്ല ഉറക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി നല്ല കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ എടുക്കാനും വേണ്ടിയിട്ടാണ് കരയണതെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഷെയ്മോളോട് ഞാൻ പറഞ്ഞത് കൊണ്ടേക്കാണ്ട് അവിടെ ഇരുത്തുന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഓൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിയും ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ പെട്ടെന്ന് പരിപാടികൾ തീർക്കാമെന്ന് കരുതിക്കാണ്ടേ ഋതു അതിൻ്റെ ഇടയിൽ കൂടെ കാക്കും അങ്ങനെ പറയുന്നുണ്ട്, ഈ കൊണ്ടുപോയിക്കാണ്ട് ഉറക്കിക്കോ, ഞങ്ങൾ എടുത്തോളാന്ന് പറയുന്നുണ്ട്. നമ്മളിത് പണി പെട്ടെന്ന് കഴിച്ചാൽ അതാണ് കഴിയുമല്ലേ. ഓലിങ്ങനെ അടുക്കളയിൽ നിന്നിക്കാണ്ട് ഇങ്ങനെ കുറേ നേരം ചെയ്യുമ്പോഴേ പിന്നെ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യണല്ലേ. അപ്പോൾ കുറേ ദിവസമായി വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പം നല്ല സപ്പോർട്ട് കമ്മിയുണ്ട്, വ്യൂ ഒക്കെ നല്ലോണം കമ്മിയുണ്ട്. ഇന്നലത്തെ വീഡിയോസിനൊന്നും ആരും ലൈക്കൊക്കെ നല്ല കമ്മിയുണ്ട്. അതേപോലെ ആരും കണ്ടിട്ടൊന്നുമില്ല തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേരിട്ടോ. അപ്പം അതാക്കണ് കൊത്തി നുറുക്കിക്കാണ്ട് കടുകൊക്കെ ഇട്ടുകാണ്ട് തൂമിക്കാനുള്ള പരിപാടി. അപ്പം ലേസം മീൻ രാത്രി കാക്കു കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രി ഇങ്ങനെ വരും മീനുകളൊക്കെ. അപ്പോൾ അത് നല്ല റേറ്റ് കമ്മി ഉണ്ടാവും, വില കമ്മി ഉണ്ടാവും. അപ്പം അത് കാക്കു ലേസം വാങ്ങിപ്പോരും. ലേസം മുളിടും ചെയ്യുക, അത് നേരം വെളുത്ത ലേസം പൊരിച്ചും ചെയ്യാതിരുത്തിയിട്ടേ. അപ്പം മുളിടുകയെന്ന് പറയുന്ന അധികം ആളുകൾക്കും അറിയില്ല അല്ലേ. മീൻ നന്നായിട്ട് മുളകും ഒക്കെ ഇട്ടുകാണ്ട് പുളിയൊക്കെ ഇട്ടുകാണ്ട് കറി വെക്കണേനാണ് നമ്മൾ മുളിടുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഋതു നന്നാക്കി തന്നു. ഞാനും കൂടിയാൽ പെട്ടെന്ന് കഴിയുമല്ലോ. നിങ്ങൾ ഈ അടുക്കളയിൽ നിന്ന് കാണ്ട് ഇങ്ങനെ പിച്ചിയും പേയും പറയുന്നുണ്ട്. അപ്പം പിച്ചിയും പേയും പറയണത് അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അതെന്താ പിച്ചിയും പേയും പറയണത് നിങ്ങൾക്ക് മനസ്സിലാകണ്ടാവില്ല അല്ലേ. അതങ്ങനെ ഈറടിച്ച് കാണും. ഞാൻ പറയും, പാത്രമൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോഴേ എത്ര മോറിയാലും പിന്നെ ഉണ്ടാവും പാത്രങ്ങൾ ഒരുപാട്. അപ്പം അത് മോറി ഞാനാണ് കുഴങ്ങും. പിന്നെ കുറേ കാക്കൂറി ഇതു ഷെയ്മോളൊക്കെ മോറി തരും. ഷെയ്മോളൊന്നും ഞാൻ വീഡിയോസിൽ വല്ലാതെ പെടുത്തലില്ല കേട്ടോ. ഞാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും കരുതി. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊന്നും അങ്ങനെ വല്ലാതെ പണിയൊന്നും എടുപ്പിക്കാൻ പറ്റൂല യൂട്യൂബിൽ. നമ്മളെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിലും അത് വേറെ ലോല് റോങ് ആയിട്ട് കരുതും, ബാഡ് കമൻറ്റ് ഇടലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതൊന്നും യൂട്യൂബ് അനുവദിക്കൂല. അപ്പം അതാണ് ഓളെ വല്ലാതെ പണിയെടുപ്പിക്കണമൊന്നും ചെയ്യാത്തത്. വീട്ടിലത്തെ ചെറു ജോലികളൊക്കെ ഞാൻ ഓളെ കൊണ്ട് ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ. നമ്മൾ പെൺകുട്ടികളല്ലേ, അതൊക്കെ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. അപ്പം അത് അതിൻ്റെ അടിയിൽ കൂടെ ഷെയ്മോൾ എടുത്തു കൊണ്ടേക്കാണ്ട് അവിടെ വെച്ചതാണ് കേട്ടോ. അവൾ പഠിക്കാൻ പോയി, ഓൾക്കും പരീക്ഷയല്ലേ. അതിൻ്റെ അടിയിൽ അവിടെ കിടന്നുകാണ്ട് ഉറങ്ങിയാണ് കേട്ടോ പൊന്നു. കുറേ അവർ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഋതു പറഞ്ഞു, ഈ നിങ്ങൾ പൊയ്ക്കോളി നിങ്ങൾ പൊയ്ക്കാണ്ട് കുട്ടികളെ ഉറക്കിക്കോളി, ഞാൻ ഉണ്ടാക്കിക്കോളാറുണ്ട്. ക്യാമറ അവിടെ വെച്ചിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കാണുകയാണ് നന്നായിട്ട് വെള്ളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൂള പായസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് നന്നായിട്ട് കുറുക്കിനെടുത്തു. വേവിക്കൽ കഴിഞ്ഞിട്ട് കേട്ടോ. ഓനതാ തീമത്ത് വെച്ച് കാണ്ട് ഓനാണ് പോന്നും ചെയ്തു. ഞാൻ പിന്നെ പൊന്നു ഉറങ്ങിയ കണ്ടില്ലേ, ഓളെ മെല്ലെ കസാലയിൽ കൊണ്ടുപോയി ഇരുത്തിയതായിരുന്നു കേട്ടോ. ഓള് പഠിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ അവിടെ കിടന്ന് ഉറങ്ങി. പാവം തോന്നുന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. നമ്മൾ എല്ലാ പണികൾക്കടിയിലും മക്കളെ ശ്രദ്ധിക്കലും നമുക്ക് വീഡിയോസ് എടുക്കലും ഇതൊന്നും എല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പിഴവ ഉണ്ടാവും. എന്നാലും അഡ്ജസ്റ്റ് ചെയ്താണ് പോലെ കേട്ടോ. മിന്നുവിനെ പിന്നെ ഞാൻ നന്നായിട്ട് പാലൊക്കെ കൊടുത്തു കണ്ടോണ്ട് ഉറക്കി. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. നമുക്ക് ഭയങ്കര സങ്കടമല്ലേ. നമ്മൾ ആ ജോലിൻ്റെ ഇടയിൽ ഇറ്റങ്ങൾ കാല് പിടിച്ച് കുറേ നേരം കരഞ്ഞു കേട്ടോ. ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അവർക്ക് ഉറക്ക് വന്നിട്ടാണ്. ചോറൊക്കെ വൈകുന്നേരം കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ മഗ്‌രിബ് കൊടുത്ത് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ചോറ് കൊടുക്കും, മേലൊക്കെ കഴുകിയിട്ട്. എന്നാൽ പിന്നെ ഓൽക്ക് ഉറങ്ങുമ്പോൾ ഉറങ്ങാലോ കരുതിയിട്ട് അവിടെയും ഇവിടെയും ഇങ്ങനെ പിടിച്ച് മാന്തി കോണിമേലൊക്കെ കീറും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കും എല്ലാവരും. അപ്പം അങ്ങനെ നമ്മളെ മിന്നു ഉറങ്ങിയിട്ടുണ്ട്. പൊന്നു പിന്നെ നന്നായിട്ട് ഉറങ്ങിയിട്ടോ. പിന്നെ പാൽ കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. നേരം വെളുക്കോളം ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. നടുവിൽ ഞാൻ കിടക്കലല്ലേ. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും നല്ല അടി വരും കേട്ടോ. ഒരാൾക്ക് പാലെടുത്ത് ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. അതിൻ്റെ ഇടയിൽ ബാക്കിൽ നിന്ന് അടി വരുമ്പോൾ
മറ്റോൾക്കും പാൽ കൊടുക്കുക തന്നെ കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമ്മളെ ഉമ്മമാരൊക്കെ അല്ലേ, നമുക്ക് ഭയങ്കര ഇടങ്ങാറല്ലേ പാൽ കൊടുക്കാതെയൊക്കെ ഉറങ്ങിയാൽ. അപ്പം ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കൂട്ടോ. അപ്പം അതാക്കണ് പകുതി ഓന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ മീൻ റെഡിയാക്കി വെച്ചിരുന്നു. മീൻ ഉണ്ടാക്കിയൊന്നും ഞാൻ മുളിട്ടോ ഒന്നും കാണിച്ചു തന്നിട്ടില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ലേസം ഉലുവും കടുവും ഒക്കെ ഇട്ടുകാണ്ടാണ് വറുത്തുകാണ്ട് പാരട്ടെ എഴുതിക്കാണ്ട് നല്ല എരുള്ളൊരു കറി ഉണ്ടാക്കി ഞയ്ക്ക പൂള ഉണ്ടായാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ചോറ് കമ്മി ഉണ്ടാവുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ. അല്ലാതെ ഇനിയിപ്പോൾ ചോറുണ്ടാക്കിയാൽ അതൊരു ചിലവാണ്. രണ്ടാമത്തെ കാര്യം പിന്നെ അത് വേസ്റ്റായി കഴിഞ്ഞാൽ അത് കോയൽക്കിണറിലെ വെള്ളമെന്ന് എല്ലാവർക്കും അറിയില്ലേ, രാവിലെ ആകുമ്പോഴത്തേന് കേട് വരും. അപ്പം അതാക്കണ് ഉലുവട്ടുകാണ്ട് നന്നായിട്ടാണ് പൊട്ടിച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും നോക്കണ്ട കേട്ടോ, ഒന്നിനും കഴിയണില്ല. ഒക്കെപ്പാടെ താളം തെറ്റി നമ്മളെ ഫോണൊക്കെ കേടല്ലോ. ഇപ്പോൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ട് ഇപ്പോൾ ഒരു ഫോൺ ഇങ്ങനെ ഒപ്പിച്ചതാണ്. അത് ക്ലിയർ ഒന്നുമില്ല, വൃത്തിയൊന്നും ഉണ്ടാവില്ല കാണാനില്ലേ, ക്ലാരിറ്റി കമ്മിയൊക്കെ ഉണ്ടാവും. സാരല്ല, ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാ. നമ്മളെ പഴയ ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അവർ ഇനി ബോർഡൊക്കെ കിട്ടിയിട്ട് വെച്ച് തരാമെന്ന് പറയുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഡാറ്റയൊക്കെ ക്ലീൻ ചെയ്ത് പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മളെ അക്കൗണ്ട് കിട്ടിയോണ്ടില്ലേ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം അതാകണ് കടുവ് വറുക്കുകയാണ്. ഉലുവട്ട് കടുവ് ഇട്ട് ഇനി വറ്റൽമുളകൊന്നുമില്ല, കറിവേപ്പില ലേസം ഇട്ടു കേട്ടോ. അപ്പം അതാക്കണ് കറിവേപ്പിട്ട് കാണ്ട് അതാണ് തൂമിച്ച് കാണ്ട് ആ മുള്ളിട്ട വെള്ളത്തിക്കാണ്ട് പാരട്ടെ. എന്നിട്ട് ഇനി കുട്ടികളെ ഒന്നും കൂടി പോയി റെഡിയാക്കി കാണ്ട് കടക്കൊക്കെ വൃത്തിയാക്കട്ടെ കേട്ടോ, വിരിച്ച് കാണ്ട്. അപ്പം അതാക്കണ് പാർന്നിട്ടുണ്ട്. നല്ല എരിവില്ല കറിയായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. കുറച്ച് ചൂടുവെള്ളമൊക്കെയാണ് പാരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ തികയൂല. അപ്പം കളറ് കമ്മി ഉണ്ടാവും, വേറെ എന്തൊക്കെയോ ഒരു കളറായിരിക്കും. മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, മല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കറിക്ക് നമ്മളെ പണ്ടത്തെ ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല അല്ലേ. അത് കിട്ടാത്തതിന് കാരണം ക്യാമറ വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാട്ടോ. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരും, നമുക്ക് ഇൻഷാ അല്ലാ വാങ്ങണം. അപ്പോൾ ഒക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ അതാക്കണ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കപ്പ പൂളാന്നൊക്കെ പറയും കേട്ടോ, കപ്പ എന്ന് പറയും ചിലവർ പൂളാന്ന് പറയും. നമ്മളിവിടെ പൂളാന്ന് തന്നെ പറയും കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ചില നാട്ടിലൊക്കെ വൃത്തിയിട്ട വാക്കാണില്ലേ പൂളാന്നൊക്കെ പറയുമ്പോൾ, നമ്മളിവിടെ സാധാരണ നിലയിൽ അതന്നെ പറയൽ കേട്ടോ. അപ്പോൾ അതാക്കണ ലേസം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിക്ക് ലേസം കടുകിട്ട് കറിവേപ്പില ഇട്ടുകാണ്ടേ നമ്മളെ പൂള കുത്തി നുറുക്കിക്കണം കേട്ടോ. നന്നായിട്ട് കൊത്തി നുറുക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ പുഴുങ്ങാന്ന് കരുതി, പിന്നെ കൊത്തി നുറുക്കി വന്നപ്പോത്തിന് ഇതാക്കണം അൽപ്പായസമായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം പാർന്നിട്ടുണ്ട് റിതു. ഞാനതൊന്നും അറിഞ്ഞില്ല. പിന്നെ ഓന തന്നെ അത് തീമത്ത് വെച്ചതല്ലേ, ഞാൻ കുട്ടികളെ ഉറക്കാൻ പോയില്ലേ. പിന്നെ ഞാൻ എന്താ കാട്ടി, അതിൻ്റെ വെള്ളം ഒഴിവാക്കിയാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, തീർപ്പതില്ല. അപ്പം വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ, അതിൻ്റെ ആ നല്ല വെള്ളമൊക്കെ അതിലിങ്ങനെ കുതിർന്ന് നിൽക്കുമ്പോൾ. അപ്പം ഞാൻ അയക്കാൻ പാർന്നു ഒന്നായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടാണ് കുറുക്കിയെടുത്തു. ഒന്നൊരു വേവ് കമ്മി ഉണ്ടായിരുന്നു, നല്ല പൂളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. കണ്ടോ അൽപ്പായസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് കമൻ്റ് ഇടും, എത്താ താത്ത പായസം ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അതാണ് കുറുക്കി കേട്ടോ. നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ട് തീയിട്ട് കാണ്ടേ നന്നായിട്ടാണ് കുറുക്കി. അപ്പം രാവിലെയൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അതിക്ക് നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടായാൽ നല്ല രസമാണ് അല്ലേ. ചിലവരിത് പൂളുകൊണ്ട് എന്തോ ഒരു പായസമൊക്കെ ഉണ്ടാക്കും, എന്താ പാൽപ്പായസോ എന്തൊക്കെ പറയണാണാലോ, വീഡിയോയിലൊക്കെ കാണാം. ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. പാൽക്കപ്പ അല്ലേ, പാൽക്കപ്പ എന്നൊക്കെ പറയും. അന്ന് ഉണ്ടാക്കി വെക്കണം, വീഡിയോയിലൊക്കെ കണ്ട് അന്ന് ഞാനൊരു വീഡിയോ ഇടും, എല്ലാവരും ഒന്ന് കാണേണ്ടിട്ടോ. അപ്പോൾ ഇതാക്കണ് ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിൻ്റെ കമ്മിയുണ്ട്. ഇതാക്കണ് നന്നായിട്ടാണ് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്ര ആയാണ് കേട്ടോ, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. മറ്റേ നന്നായിട്ട് പായസമായിരുന്നു, പിന്നെ ഞാൻ കുറുക്കിയെടുത്താൽ ഇനിയും കുറുക്കിയാലും അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര അയഞ്ഞിട്ടാണ് കുട്ടികൾക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി തിന്നാനും വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ. അസ്സലാമു അലൈക്കും.